കുട്ടനാട്ടുകാരിയായ ഞാൻ ഈ വെള്ളപ്പൊക്കത്തിന് എങ്ങനെ കോളേജിൽ പോയെന്ന് കണ്ടാലോ? ആക്ച്വലി ഞാൻ 1-2 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ വീട് കുട്ടനാട്ടിലാണെങ്കിലും എന്റെ കോളേജ് അമ്പലപ്പുഴ താലൂക്കാണ്. ഞാൻ ബസ് കയറാൻ നിൽക്കുന്നിടത്തൊക്കെ ഭയങ്കര വെള്ളമാണ്. അപ്പൊ താണ്ടെ പ്രതീക്ഷിക്കാതെ മഴക്കാറും മഴയും. സത്യം പറഞ്ഞാൽ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി. പക്ഷെ നമ്മുടെ ഇവിടെ പാടങ്ങളിൽ കൃഷി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ വെള്ളം പോകാൻ ഭയങ്കര പാടാണ്. മോട്ടറൊക്കെ വെച്ച് നടത്തിയാലേ ഈ വെള്ളമൊക്കെ ഇറങ്ങിപ്പോകും. റോഡിൽ വെള്ളം ആയതുകൊണ്ട് തന്നെ ഈ ബസ്സിൽ പോകുമ്പോൾ ഒരുമാതിരി ബോട്ടിൽ പോയ ഫീലാണ്. ഇവിടുത്തെയൊക്കെ വീടുകളിനകത്തൊക്കെ വരെ വെള്ളമാണ്. അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ ഭയങ്കര സ്വർഗ്ഗത്തിലാണ്. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഓണപ്പരീക്ഷ 13-ാം തീയതി തുടങ്ങുമല്ലേ. നമ്മുടെ ഇവിടെയൊക്കെ വെള്ളം ഇറങ്ങിയെങ്കിലും വെള്ളം ഇറങ്ങാത്ത പല സ്ഥലങ്ങളും ഉണ്ട്. 13 എന്ന് പറഞ്ഞാൽ മറ്റന്നാളാണ്. ഇനി ഈ വെള്ളമൊക്കെ ഇറങ്ങിയാലല്ലേ മക്കൾക്ക് വരാൻ പറ്റൂ. നമ്മുടെ ഇവിടെ വെള്ളം പൊങ്ങാനുള്ള കാര്യം നമ്മുടെ ഇവിടെ മഴ പെയ്യുന്നത് മാത്രമല്ല, അങ്ങ് കിഴക്കത്തെ മഴയുടെയും വെള്ളം എല്ലാം കൂടെ വന്നു ചേരുന്നത് നമ്മുടെ കുട്ടനാട്ടിൽ തന്നെയാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ പല കൃഷിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർക്ക് മഴയും വെള്ളം ഒന്നും അറിയാനില്ല. അങ്ങനെ എന്റെ 9 മണിയുടെ ബസ് പല സ്ഥലത്തെയും വെള്ളപ്പൊക്കം കാരണം എന്റെ അടുക്കിലെത്തിയപ്പോൾ 9:45 ആയി. അങ്ങനെ കോളേജൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഒരു സർബത്തൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. വൈകിട്ട് വലിയ ഇറക്കമൊന്നും ഇല്ല, സ്റ്റിൽ വെള്ളം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാൻ വെള്ളപ്പൊക്കത്തിൽ കോളേജിൽ പോയത്.